നമ്മൾ ഇനി കാണുവാൻ വേണ്ടി പോകുന്നത് B21EC 06DC മാക്രോ എക്കണോമിക്സ് 2ലെ ബ്ലോക്ക് 3 ലാസ്റ്റ് യൂണിറ്റായ യൂണിറ്റ് 3 ആണ്. സ്റ്റാഗ്ഫ്ലേഷനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? 1970കളിലാണ് ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ടേം കോയിൻ ചെയ്യപ്പെടുന്നത്. 1970 എക്കണോമിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. സാധാരണയായിട്ട് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കുറയുകയും ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഫിലിപ്സ് കർവിൻ്റെ ഷോർട്ട് റൺ റിലേഷൻഷിപ്പായിട്ട് നമ്മൾ കണ്ടുവച്ചു. ഓക്കെ, പക്ഷേ 1970കളിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ ഒരേ സമയത്ത് ഹൈ ആയിട്ട് തുടർന്നു. അതായത് ഈ സമയത്ത് ഒരു ഹൈ സ്റ്റാഗ്നേഷൻ ആൻഡ് ഹൈ ഇൻഫ്ലേഷൻ ഈ എക്കണോമിയിൽ ഉണ്ടായി. സ്റ്റാഗ്നേഷൻ എന്നത് വളരെ ലോ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥയും, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ജനറൽ പ്രൈസ് ലെവലിൻ്റെ സസ്റ്റെയിൻഡ് ആയിട്ട് ഇൻക്രീസും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് സ്ലോ എക്കണോമിക് ഗ്രോത്ത്, റൈസിങ് പ്രൈസസ് ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈ സമയത്ത് ഉണ്ടായി. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. 1970കളിൽ ഈ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവാൻ കാരണമായത് 1960കളിൽ നടന്ന കുറച്ച് സിറ്റുവേഷനാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് വേൾഡ് വാർ, അതായത് വേൾഡ് വാർ 2ൻ്റെ ശേഷം എക്കണോമിക് ബൂം ഉണ്ടായിരുന്നു. ഓക്കെ, അത് ചെറുതായിട്ട് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി, കുറയാൻ വേണ്ടി തുടങ്ങി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബാക്കി രാജ്യങ്ങളിൽ നിന്ന് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വളരെയധികം നേരിടാൻ തുടങ്ങി. അതുവഴി മാനുഫാക്ചറിങ് ജോബ്സിൽ കുറച്ച് ഡിക്ലൈൻ ഉണ്ടായി. വിയറ്റ്നാം വാർ US-ൻ്റെ പുറത്ത് വളരെയധികം ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ഇൻഫ്ലേഷനും കൂടി അൺഎംപ്ലോയ്മെൻറ്റും ഒരേ സമയത്ത് കൂടാൻ വേണ്ടി തുടങ്ങി. ഫിലിപ്സ് കർവിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് ഒരു ഹയർ ഇൻഫ്ലേഷൻ റേറ്റ് അക്സെപ്റ്റ് ചെയ്താൽ അൺഎംപ്ലോയ്മെൻറ്റ് പെർമനൻ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ മിൽട്ടൺ ഫ്രീഡ്മാൻ ഈ ഒരു ഫ്രെയിം വർക്കിനെ ഒപ്പോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിൽ ടെമ്പററി ട്രേഡ് ഓഫ് ആണ്, ഇത് ലോങ് റണ്ണിൽ വർക്ക് ചെയ്യില്ല. 1970കളിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒരുമിച്ച് ഹൈ ആയത് ഈ എക്സിസ്റ്റിംഗ് ബിലീഫിനെ ചലഞ്ച് ചെയ്തു, അതായത് ഫിലിപ്സ് കർവിനെ ചലഞ്ച് ചെയ്തു. 1970കളിലെ സ്റ്റാഗ്ഫ്ലേഷൻ്റെ പ്രധാന ഫീച്ചേഴ്സ് നോക്കിയാൽ ഹൈ ഓയിൽ പ്രൈസ്, ഹൈ ഇൻഫ്ലേഷൻ, ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് റിസഷണറി കണ്ടീഷൻ. ഇതിന് പിന്നിൽ പോളിസി ഫെയിലിയറും മേജർ സപ്ലൈ സൈഡ് ഷോക്കുമാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഫെഡറൽ റിസർവ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മോണിറ്ററി പോളിസി ഉപയോഗിച്ചെങ്കിലും സ്ഥിര സാഹചര്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ നേരത്ത് മോണിറ്ററി പോളിസി ഉപയോഗിച്ചു. ഇത് അൺഎംപ്ലോയ്മെൻറ്റിനെ വേഴ്സൺ ചെയ്തു. ഒപ്പേക് നേഷൻസ്, ഓയിൽ പ്രൊഡ്യൂസിങ് എക്കണോമീസ് കൺട്രീസ് ആയിട്ടുള്ള ഒപ്പേക് നേഷൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ഓയിൽ എംബാർഗോ ഇമ്പോസ് ചെയ്തു. കാരണം അവർക്ക് കൊടുത്തില്ല. ഓക്കെ, ഈ ഓയിൽ പ്രൈസ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഇത് കാരണമായി. കാരണം ഓയിൽ കിട്ടുന്നില്ല. ഇതോടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 1973 ഓയിൽ ക്രൈസ്, സപ്ലൈ ഷോക്ക്, ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ എൻഡ്, ഡിഫറൻഷ്യൽ അക്യുമുലേഷൻ, കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ്, പോളിസി മിസ്റ്റേക്സ്, ഡിമാൻഡ് പുൾ ഫാക്ടേഴ്സായിട്ട് നമുക്കിതിനെ തരംതിരിക്കുക. ഇതിനെ ഓരോന്നായിട്ട് നമുക്ക് കാണാം. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു 1970കളിലെ ഓയിൽ ക്രൈസിൻ്റെ കാരണമാണ് നമ്മൾ പറയുന്നത്. 1973 മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ പശ്ചാത്തലത്തിൽ ഒപ്പേക്ക് യുണൈറ്റഡ് നേഷൻസിലേക്കും വെസ്റ്റേൺ കൺട്രീസിലുമായിട്ടുള്ള ഓയിൽ എക്സ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ അവർ കൊടുക്കുന്നത് കുറച്ചു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, പൊളിറ്റിക്കൽ ചേഞ്ചൊക്കെ ഉണ്ടായ സമയമാണ് മിഡിൽ ഈസ്റ്റിലെ സമയത്ത്. ഇതോടെ ഒരു സഡൻ ഷോർട്ടേജ് ഓഫ് ഓയിൽ ഉണ്ടായി. ഇവിടെ US-ൽ ഓയിൽ പ്രൈസസ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 3 തൊട്ട് 4 മടങ്ങ് വരെ കൂടി. അത്ര ഇരട്ടിയായിട്ട് കൂടി. ഓയിൽ പ്രൊഡക്ഷൻ എസെൻഷ്യൽ ആയത്, ഓയിൽ പ്രൊഡക്ഷന് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഓയിൽ വേണമല്ലോ.
അത് ഏതെങ്കിലും തരത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ സെക്ടേഴ്സും, അതായത് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ടേഴ്സും സ്ലോ ഡൗൺ ചെയ്തു. ഈ സപ്ലൈ ഷോക്ക് പല എക്കണോമിക്സിനെ റിസഷനിലേക്ക് പുഷ് ചെയ്യുകയും ഇത് സ്റ്റാഗ്ഫ്ലേഷൻ്റെ ഒരു മേജർ കോസ് ആവുകയും ചെയ്തു. ഈ ഓയിൽ പ്രൈസ് കാരണം വീടുകളിലെ ഇൻഡസ്ട്രീസിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. വീടുകളിലെ ജീവിത ചെലവുകൾ കൂടി, ഇൻഡസ്ട്രീസിന് പ്രോഫിറ്റ് കുറഞ്ഞു. പ്രോഫിറ്റ് കുറയുന്നതോടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്തതോടെ ഫേംസ് ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങി. ഇത് ഫർദർ അൺഎംപ്ലോയ്മെൻറ്റിനും കാരണമായി. അങ്ങനെ ഓയിൽ ക്രൈസിസ് എക്കണോമിയിൽ റിസഷൻ കണ്ടീഷൻസ് പുഷ് ചെയ്തു, അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടി, പ്രൈസും കൂട്ടി. അടുത്തായിട്ട് സപ്ലൈ ഷോക്ക്. ഓയിൽ ഷോക്ക് ഷിഫ്റ്റഡ് ടു ഒരു അഗ്രിഗേറ്റ് സപ്ലൈ ഡിമാൻഡ് കർവിൻ്റെ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിന് തന്നെ അത് കാരണമായി. കാരണം പ്രൈസസ് ഇൻക്രീസ് ചെയ്തു, ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്തു, ആളുകൾക്ക് ജോലിയും പോയി. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയപ്പോൾ അതിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയ്ക്കാൻ തുടങ്ങി. ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞതോടെ എക്കണോമിയിൽ ഗ്രോത്തും സ്ലോ ആയി. അതോടെ ഹൗസ് ഹോൾഡ്സിന് ഹയർ ലിവിങ് കോസ്റ്റും ജോബിൻ്റെ ഇൻസെക്യൂരിറ്റിയും ആളുകളുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിച്ചു. അവർ സ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? പിന്നെ ആ സമയത്ത് തന്നെയാണ് നിക്സൻ്റെ റിച്ചാർഡ് നിക്സൺ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് US ഡോളറിനെ ഗോൾഡിലേക്കുള്ള കൺവേർട്ടബിലിറ്റി അവർ നിർത്തി, അവസാനിപ്പിച്ചവർ. ഇതിന് നിക്സൺ ഷോക്ക് എന്നാണ് പറയുന്നത്. അതോടെ US ഡോളറിലുള്ള കോൺഫിഡൻസ് ആളുകൾക്ക് കുറഞ്ഞു. കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തതോടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് കൂടി. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്ത് വാല്യൂ. അപ്പോൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് കൂടി, ഇൻഫ്ലേഷൻ അതുകൂടെ അതിനും കൂടി. എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി കാരണം ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലും ഇൻസ്റ്റെബിലിറ്റി തുടർന്ന് നമുക്ക് കാണാം. ഇൻ്റർനാഷണൽ ട്രേഡും കുറച്ചു, ഭയങ്കരമായിട്ട് വോളറ്റൈൽ, ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു ആ സമയത്ത് മാർക്കറ്റും. അടുത്തതായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇത് കോൺസെപ്റ്റ് നിറ്റ്സണും ബിച്ച്ലറുമാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ജൊനാഥൻ നിറ്റ്സണും ഷിംസോൺ ബിച്ച്ലറും ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സ്റ്റാഗ്ഫ്ലേഷൻ്റെ ഒരു കാരണമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ലാർജ് കമ്പനീസ് വേറെ ഫേംസിനെ മേർജ് ചെയ്യുകയോ അക്വയർ ചെയ്യുകയോ ചെയ്ത് അവരുടെ മാർക്കറ്റ് പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത്. ഇത് ഗുഡ്സിൻ്റെ സപ്ലൈ ലിമിറ്റ് ചെയ്യുകയും കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. കാരണം ആ സമയത്ത് മാർക്കറ്റിൽ ഒരേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഫേംസ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കോമ്പറ്റീഷൻ കുറയും. മാർക്കറ്റ് പവർ കോൺസെൻട്രേറ്റ് കൂടുകയും പ്രൈസസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ആ സമയത്തുണ്ട്. ഇതിലൂടെ സ്റ്റാഗ്ഫ്ലേഷൻ റിസ്ക് ആക്ച്വലി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും? വേണമെങ്കിൽ ആ ഒരു മെർജർ ചെയ്ത് ഒരു വലിയൊരു ഫേമായി കഴിയുമ്പോൾ ഈ ഫേമിന് തീരുമാനിക്കുക സാധനങ്ങൾ സപ്ലൈ ചെയ്യണോ. കോമ്പറ്റീഷൻ ഇല്ല, കാരണം വേറെ ആൾക്കാർ സപ്ലൈ ചെയ്യാനില്ല, ഈ ഒരൊറ്റ ഫേമായിട്ട് മാറും. ഇത് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും സ്റ്റാഗ്നേഷനും ഒരു കാരണമാവും. ഇതോടെ എക്കണോമിക് പവർ ആൻഡ് വെൽത്ത് കുറച്ച് പേരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്കണോമിക് സ്ലോ ഡൗണിന് കാരണമാവുന്നു എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് സജസ്റ്റ് ചെയ്ത് നിറ്റ്സണും ബിച്ച്ലറുമാണ്. ഇതിനെ ഡിഫറൻഷ്യൽ അക്യുമുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തായിട്ട് കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങളുടെ എല്ലാം വില ഒരുപാട് കൂടും. ഓക്കെ, ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടി വില കൂടും. ലേബർ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റ് ഇതെല്ലാം കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് ഓവറോൾ കൂടും. അപ്പോൾ ഇത് മാർക്കറ്റിലെ സാധനങ്ങളുടെ വിലയും കൂട്ടും. ഹയർ കോസ്റ്റ്, പ്രോഫിറ്റ് മാർജിൻ്റെ കൂടുതൽ, അഡീഷണൽ ടാക്സ്, ഇതെല്ലാം എന്ത് സംഭവിക്കും? കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്യും, സാധനങ്ങളുടെ പ്രൈസിനെ ഇൻക്രീസ് ചെയ്യും. ഇത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും കാരണമാവും. ഓക്കെ, ഈ 1973 ഓയിൽ പ്രൈസ് ഇങ്ങനെ 4 മടങ്ങ് കൂടിയപ്പോഴത്തേന് ഇൻഡസ്ട്രീസിൻ്റെ എനർജി കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി. സ്ട്രോങ് ലേബർ യൂണിയൻ ഹയർ വേജസും ഡിമാൻഡ്, കാരണം എക്കണോമിയിലും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഡിമാൻഡ് കൂട്ടി, സാലറി കൂട്ടണമെന്ന്, അതും അഫക്റ്റ് ചെയ്തു. പ്രൊഡക്ടിവിറ്റി അതേസമയം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യാതെ വേജ് ഇൻക്രീസ് ചെയ്തു. പ്രൊഡക്ഷൻ കൂടിയില്ല, ലേബർ കോസ്റ്റും കൂടി, പ്രൊഡക്ഷൻ കോസ്റ്റും കൂടി, കമ്പനീസിന് ഹയർ കോസ്റ്റും കൂടി, അവരെന്ത് ചെയ്തു? സാധനങ്ങളുടെ വിലയും കൂട്ടി കമ്പനീസ്. ഇതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ കാരണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്, ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. കോസ്റ്റ് പുഷ് ഫാക്ടേഴ്സും സപ്ലൈ കൺസ്ട്രെയിൻസും കാരണമാണ് ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. കാരണം സപ്ലൈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓയിൽ വരുന്നില്ല. ഓയിൽ വരാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ ലേബർ യൂണിയൻസ് ഹയർ വേജസ് ഡിമാൻഡ് ചെയ്ത് യു എസിലും യു കെയിലും ഒക്കെ സ്റ്റീൽ, മാനുഫാക്ചറിങ്, മൈനിങ് സെക്ടേഴ്സിൽ സ്ട്രൈക്കുകളും വേജ് നെഗോഷിയേഷൻസും ലേബർ കോസ്റ്റും ഇൻക്രീസ് ചെയ്തു. കമ്മ്യൂണിറ്റി ടാക്സും റെഗുലേറ്ററി കോസ്റ്റും പ്രൊഡക്ഷൻ എക്സ്പെൻസിനെ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇതിൻ്റെ കൂടെ ഓയിൽ ഷോക്ക് പോലുള്ള സപ്ലൈ കൺസൈൻസും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എക്കണോമിയിൽ ഗ്രോത്ത് കുറഞ്ഞു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, പ്രൈസും കൂടി. ഇതിനെയാണ് ഒരു സ്റ്റാഗ്ഫ്ലേഷണറി സിറ്റുവേഷൻ നമ്മൾ പറയുന്നത്. ഇതാണ് സംഭവിച്ചത്. ആറാമതായിട്ട് തന്നെ നമുക്ക് പോളിസി മിസ്റ്റേക്സ്. ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. ലാർജ് ഫിനാൻഷ്യൽ ഡെഫിസിറ്റ്സ് അപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. വേജ് പ്രൊഡക്ടിവിറ്റിയെക്കാട്ടിയും ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്തു? വേജസ് പ്രൊഡക്ടിവിറ്റിയെക്കാട്ടിയും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ ആക്ഷൻസ് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തെങ്കിലും അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ, കാരണം മണി പുഷ് ചെയ്യാൻ നേരത്ത് മണി സപ്ലൈ കൂട്ടി ഇൻഫ്ലേഷൻ പിന്നെ സംഭവിക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയണം എന്നാണ് ഫിലിപ്സ് കർവ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ഇൻഫ്ലേഷൻ കൂടി, അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞില്ല. മിൽട്ടൺ ഫ്രീഡ്മാൻ ഈ പോളിസീസിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് വരാം, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൂടിയത് കൊണ്ട് ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് പെർമനൻ്റ്ലി ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ വേറെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് പുൾ ഫാക്ടർ. കോസ്റ്റ് പുഷ് ചെയ്യുന്ന പോലെ തന്നെ ഡിമാൻഡിലെ ഫാക്ടേഴ്സ്. എക്കണോമിയിലെ ടോട്ടൽ ഡിമാൻഡ് കറണ്ട് പ്രൈസസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാവുമ്പോൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതായത് ടോട്ടൽ ഡിമാൻഡ് കറണ്ട് പ്രൈസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ആവുമ്പോൾ ഡിമാൻഡ് കൂടി സപ്ലൈ കാട്ടി. ബേസിക്കലി അത്രയേ ഉള്ളൂ. 1970 US ഉൾപ്പെടെയുള്ള പല കൺട്രീസും വിയറ്റ്നാം വാർ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും ഒക്കെ നടത്തിയിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കൂടി. പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇൻകം ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? കൺസ്യൂമേഴ്സിന് ഡിമാൻഡും കൂടി. മിൽട്ടൺ ഫ്രീഡ്മാൻ അടക്കമുള്ള മോണിറ്ററിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ ഈ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടിയില്ല. സപ്ലൈ കൂടി, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളും കൂടി. ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ, ആളുകളുടെ സപ്ലൈ ഓഫ് മണി കൂടി, അവരുടെ ഡിമാൻഡും കൂടി. നമ്മുടെ കയ്യിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുമല്ലോ. പക്ഷേ അതിനനുസരിച്ച് സപ്ലൈ ഓഫ് പ്രൊഡക്ഷൻ ഗുഡ്സ് കൂടിയില്ല. അപ്പോൾ ഈ ഡിമാൻഡ് കൂടിയ സമയത്ത് ഡിമാൻഡ് കൂടുന്ന കാരണം എക്കണോമിയിൽ ഇൻഫ്ലേഷൻ്റെ പ്രഷർ സംഭവിച്ചു. മോർ മണി ഇൻ പീപ്പിൾസ് ഹാൻഡ്, അതാണ് സംഭവിച്ചത്. പർച്ചേസിങ് പവർ കൂടി, ആളുകൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്തു, പക്ഷേ പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കൂടിയില്ല. ഇതും എന്ത് ചെയ്തു? ഇൻഫ്ലേഷൻ്റെ പ്രഷറിന് കാരണമായി. ആളുകൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്തു, കൺസ്യൂമർ സ്പെൻഡിങ് കൂടി, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടി, അവർക്ക് ഒരുപാട് എക്കണോമിയിൽ പ്രഷർ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഈ ഗ്യാപ്പ്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു? വലുതായി. ഇൻഫ്ലേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എക്സീഡ് ചെയ്യുമ്പോൾ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് ഇപ്പോൾ ഓണ സമയത്താണെങ്കിൽ പഴത്തിന് വില കൂടും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. കൃത്യമായിട്ട് അതിന് സപ്ലൈ എത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ഓണാഘോഷ സമയത്തൊക്കെ ഈ മുല്ലപ്പൂ മാല, തലയിൽ വെക്കുന്ന മുല്ലപ്പൂ, അതിനൊക്കെ ഒരുപാട് വിലയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങോട്ട് പോയി പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു മുഴം തലയിൽ വെക്കുന്ന മുല്ലപ്പൂവിന് 100 രൂപയാണ്. അത് സാധാരണ റേറ്റിൽ അതിലും പകുതിയൊക്കെ വരത്തുള്ളൂ. 100-200 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് കൂടുന്ന അതിനനുസരിച്ച് സപ്ലൈ വരുന്നില്ല. അതിനനുസരിച്ച് അപ്പോൾ ആ ഒരു ഗ്യാപ്പിനാണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കൺസ്യൂമർ സ്പെൻഡിങ് കൂടിയതും പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടിയതും ഈസി ആയിട്ട് ക്രെഡിറ്റ് അവൈലബിൾ ആയതും എല്ലാം ഈ ഗ്യാപ്പ് കൂട്ടി. എക്കണോമിക് ഗ്രോത്ത് അതിനനുസരിച്ച് കൂടിയില്ല, അൺഎംപ്ലോയ്മെൻറ്റും കൂടി വന്നു. അതിൻ്റെ കൂടെ എക്സസീവ് ഓയിൽ ഷോക്ക് കൂടെ ആയപ്പോഴത്തേന് നല്ലൊരു സിറ്റുവേഷനായിട്ട് മാറി. ഇതാണ് സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവാനുള്ള മേജറായിട്ടുള്ള കാരണങ്ങൾ. സ്റ്റാഗ്ഫ്ലേഷൻ കാരണം കുറേ എക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ടായി. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് എക്കണോമിക് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തു, ഇൻഫ്ലേഷൻ കൂടി, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു, സേവിങ്സിന് ഇമ്പാക്റ്റ് ചെയ്തു, മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിച്ചു, സോഷ്യലും പൊളിറ്റിക്കലായിട്ടുള്ള പ്രഷറും ഇതിന് കാരണമായി. എക്കണോമിക് ഗ്രോത്ത് കുറഞ്ഞെന്ന് നമുക്കിതുവരെ കണ്ട കാഴ്ചയിൽ മനസ്സിലായല്ലോ. US GDP ഗ്രോത്ത് കുറഞ്ഞു, UK ആണെങ്കിൽ 0 ഗ്രോത്ത് റേറ്റ് ആയിരുന്നു,
ഇപ്പോൾ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള എക്കണോമിക് ഗ്രോത്ത് അങ്ങ് നിലച്ചു. പ്രൈസ് കൂടി, എക്കണോമിക് ഓയിൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡസ്ട്രീസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീസും എല്ലാം ചെയ്ത് എക്കണോമിയിൽ മൊത്തത്തിൽ ഇൻഫ്ലേഷന് പ്രഷർ ഉണ്ടായി. ഇൻഫ്ലേഷൻസ് ചില സ്ഥലങ്ങൾ US ഡബിളായി, ചില ഗുഡ്സിനൊക്കെ ഡബിൾ ഡിജിറ്റിൽ വരെ എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ എത്തി. 10% കൂടുതലായെന്നാണ് അതിനർത്ഥം. അൺഎംപ്ലോയ്മെൻറ്റ് UK 9% US 9% UK യൂറോപ്യൻ കൺട്രീസിലും എല്ലാം അത് ഭയങ്കര അൺഎംപ്ലോയ്മെൻറ്റിലേക്ക്, അത് ജോബ്ലെസ്നെസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനും എന്ത് ചെയ്തു, അഫക്റ്റ് ചെയ്തു. മാനുഫാക്ചറിങ് സെക്ടേഴ്സിനാണ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്തത്. അടുത്തായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു. ഈ സമയത്ത് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എക്കണോമി അൺസർട്ടൺ ആണ്, ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നു. പുതിയ പ്രോജക്റ്റിലേക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. വില കൂടുന്നത്, അൺസർട്ടൺ ഡിമാൻഡ്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് റിസ്കി അഫെയർ ആയിട്ട് കണ്ട് അതുകൊണ്ട് കമ്പനീസ് എക്സ്പാൻഷനും മോഡേണൈസേഷനൊക്കെ നിർത്തിവെച്ചു. ആളുകൾ സേവ് ചെയ്യുന്നില്ല. ഇൻഫ്ലേഷൻ സേവിങ്സിൻ്റെ റിയൽ വാല്യൂവിനെ ഇറോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഫിക്സ്ഡ് ഇൻകം കിട്ടുന്ന ആളുകൾക്ക് പർച്ചേസിങ് പവർ കുറഞ്ഞു. കാരണം ഞാനിപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ 100 രൂപയുടെ സാധനം മേടിച്ച നാളെ ആ സാധനം മേടിക്കണമെങ്കിൽ 200 രൂപ കൊടുക്കണം. ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു ആളുകളെ. പെൻഷനേഴ്സിന്, ഫിക്സ്ഡ് സാലറി ഉള്ളവരെയൊക്കെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇത് കാര്യമായിട്ട് ബാധിച്ചു. കാരണം ഹൈ ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റുമാണ്. ഇൻവെസ്റ്റേഴ്സിന് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നഷ്ടങ്ങൾ നേരിടുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി തുടർന്നുകൊണ്ടേയിരുന്നു എക്കണോമിയിൽ. അവസാനമായിട്ട് അത് ഇമ്പാക്റ്റ് എന്ന 7ാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയും ലിവിങ് കോസ്റ്റ് കൂടുകയും ചെയ്ത സമയത്ത് ഒരു ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു വൈഡ് സ്പ്രെഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. ലേബർ സ്ട്രൈക്കും ലേബർ അൺറസ്റ്റും പല രാജ്യങ്ങളിലും കൂടി വന്ന് UK അത് വളരെ പൊതുവായിട്ട് കാണാൻ പറ്റും. ഗവൺമെൻറ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിൽ വളരെയധികം പ്രഷർ, പൊളിറ്റിക്കൽ പ്രഷർ അവർക്ക് വന്നു. ഈ സ്റ്റാഗ്ഫ്ലേഷൻ ഹൗസ് ഹോൾഡ്സിനെയും ബിസിനസ്സിനെയും ഗവൺമെൻറ്റിനെയും എല്ലാം ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 1970 സ്റ്റാഗ്ഫ്ലേഷൻ നമ്മളൊരു പ്രധാന കാര്യം പഠിപ്പിച്ചു. ഹൈ ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെൻറ്റും ഒരേ സമയത്ത് ഉണ്ടാവാൻ സാധിക്കും. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്കണോമിക് തിയറീസിനെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ഓയിൽ ഷോക്കും റൈസിംഗ് വേസും പോളിസി എറേഴ്സും ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇതിൻ്റെ അഫക്റ്റ് ഹൗസ് ഹോൾഡും ബിസിനസ്സുകാരും ജനങ്ങളും എല്ലാവരും, സാധാരണ ജനങ്ങളും എല്ലാവരും ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാഗ്ഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റാഗ്ഫ്ലേഷൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്കണോമിക് കണ്ടീഷനാണ്. കൺട്രോൾ ചെയ്യാനും വളരെ പാടാണ്. കാരണം ഇക്കണോമിയിൽ ഒരേ സമയത്ത് ഹൈ ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെൻറ്റും സ്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന മൂന്ന് കുന്തമനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിക് സിറ്റുവേഷൻ അത്. ട്രഡീഷണൽ പോളിസി ടൂൾസ് പലപ്പോഴും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പോളിസി ഉണ്ടാകുന്നത്. അപ്പോൾ ട്രഡീഷണൽ പോളിസിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാഗ്ഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ മോണിറ്ററി പോളിസിയോ ഫിസ്ക്കൽ പോളിസിയോ സ്ട്രക്ചറൽ പോളിസീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആവശ്യം. മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും സ്ട്രക്ചറൽ പോളിസിയുടെ ഒരു കോമ്പിനേഷനാണ് ആവശ്യം. എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് മണി പോളിസി, എനർജി ഡൈവേഴ്സിഫിക്കേഷൻ, വേജ് ആൻഡ് പ്രൈസ് കൺട്രോൾ, സപ്ലൈ സൈഡ് പോളിസി, കൺട്രോളിംഗ് ഗവൺമെൻറ് ഡെഫിസിറ്റ്, ഇംപ്രൂവിംഗ് ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്തനിങ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. ഇത്രയും 7 മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. ടൈറ്റ് മണി പോളിസി, അതായത് മണി സപ്ലൈ കുറയ്ക്കുക. മണി സപ്ലൈ കുറച്ചാൽ എന്ത് സംഭവിക്കും? എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആവും. ഓക്കെ, ഇത് പോൾ വോക്കറിൻ്റെ ഒരു പോളിസിയാണ്. 1979 മുതൽ 82 വരെ US ഫെഡറൽ റിസർവ്സിൻ്റെ ചെയർമാനായിരുന്നു പോൾ വോക്കർ എന്ന് പറയുന്നത്. ഹൈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ സമയത്ത് ആളുകളുടെ ബോറോയിങ് ഒബ്വിയസ്ലി എക്സ്പെൻസീവായി. ബോറോയിങ് കോസ്റ്റ്ലി ആയതോടെ തന്നെ ആളുകൾ എന്ത് ചെയ്തു? ബോറോയിങ് നിർത്തിയപ്പോൾ സ്പെൻഡിങ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ കാര്യമായിട്ട് റെഡ്യൂസ്ഡായി.
വോക്കറിൻ്റെ പോളിസി അനുസരിച്ച് ഇൻഫ്ലേഷൻ ഫെൽ ഫ്രം 13% നിന്ന് 4% ഈ 3 വർഷത്തിനിടയിൽ കുറഞ്ഞു. അൺഎംപ്ലോയ്മെൻറ്റ് ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്തെങ്കിലും ഈ എക്സ്പീരിയൻസിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കിയത് സ്ട്രിക്റ്റ് മണി കൺട്രോൾ ഓവർ മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇത് ലോങ് റണ്ണിൽ സ്റ്റാഗ്ഫ്ലേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കി. പോൾ വോക്കറിൻ്റെ ഈ പോളിസി എഫക്റ്റീവാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എനർജി ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഓയിലിലുള്ള ഡിപ്പെൻഡൻസ് കുറച്ചു. ഡൊമസ്റ്റിക് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി. ചില രാജ്യങ്ങൾ ന്യൂക്ലിയർ പവറിലും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജികളിലേക്കും മാറി. ഇപ്പോൾ US ഒക്കെ ആണെങ്കിൽ ഡൊമസ്റ്റിക്, പിന്നെ അലാസ്കയിലൊക്കെ എന്ത് ചെയ്തു, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടി. അങ്ങനെയൊക്കെ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുകയും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറുകൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. സ്റ്റാഗ്ഫ്ലേഷൻ സമയത്ത് ഒരു ടെമ്പററി സ്റ്റെബിലൈസേഷൻ മെത്തേഡായിട്ട് അവർ ഉപയോഗിച്ചതാണ് പ്രൈസ് ആൻഡ് വേജ് കൺട്രോൾ. ഗവൺമെൻറ് എക്സസീവ് വേജ് ഡിമാൻഡ്സും സഡൻ പ്രൈസ് ഇൻക്രീസും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നിക്സൺ ആ സമയത്ത് വേജ് പ്രൈസ് ഫ്രീസ് എന്ന് പറയുന്നൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 90 ഡേയ്സിലേക്ക് വേജസും പ്രൈസും ഇൻക്രീസ് ചെയ്യാൻ അനുവദിച്ചില്ല. ഇതൊരു ഷോർട്ട് ടേം റിലീഫ് നൽകി ഇൻഫ്ലേഷൻ കുറച്ച് കാലത്തേക്ക് റെഡ്യൂസ് ചെയ്തു. ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടൊന്നുമല്ല, സൊല്യൂഷൻ ഒന്നുമല്ല, കുറച്ച് നാളത്തേക്കൊരു ഫ്രീസ് കൊണ്ടുവന്നു. സപ്ലൈ സൈഡ് പോളിസീസ്, അതായത് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നാണ് സപ്ലൈ സൈഡ് പോളിസീസ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാതെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുകയാണ് ഇത് ചെയ്തത്. അതായത് സജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് ഗ്രോത്ത് ഉണ്ടാവുക, പക്ഷേ ഇൻഫ്ലേഷൻ ഉണ്ടാകുക. UK മാർഗരറ്റ് താച്ചർ ഈ സമയത്ത് ട്രേഡ് യൂണിയൻസിൻ്റെ പവർ റെഡ്യൂസ് ചെയ്തു. കോള്, സ്റ്റീൽ, ടെലികമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് പ്രൈവറ്റൈസ് ചെയ്തു. മാർക്കറ്റ് കോമ്പറ്റീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ അക്യുമുലേഷൻ്റെ ആ സമയത്ത് ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, കുറച്ചുകൊണ്ട് വന്ന് മാർക്കറ്റ് കോമ്പറ്റീഷൻ കൂട്ടി. കോമ്പറ്റീഷൻ കൂട്ടാൻ നേരത്ത് വില കുറച്ച് ആളുകൾ കൂടുതൽ ക്വാളിറ്റി പ്രോഡക്ട്സ് വിൽക്കും. ഇതിൻ്റെ റിസൾട്ടായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുകയും അൺഎംപ്ലോയ്മെൻറ്റ് ഗ്രാജുവലി എക്കണോമിയിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ലേബർ ഡിമാൻഡ് കൂടുന്നു, ലേബർ സപ്ലൈ ഉണ്ട്, വേജസും കൂടി ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിച്ചു. US അഡോപ്റ്റ് ചെയ്ത സപ്ലൈ സൈഡ് പോളിസീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും റീഗൻ്റെ പീരീഡിൽ കുറച്ച് സപ്ലൈ സൈഡ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യാനായിട്ട് ടാക്സസ് റെഡ്യൂസ് ചെയ്തു. എയർലൈൻസ് എനർജിയും പോലുള്ള ഇൻഡസ്ട്രീസിനെ കുറച്ച് ഡീറെഗുലേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് സപ്പോർട്ട് കൊടുത്തു. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും ഇന്നോവേഷനും ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിച്ചു. ഇതുവഴി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും കുറച്ച് സഹായം. കാരണം മാനുഫാക്ചറിങ് മാത്രമല്ല, ബാക്കി ഇൻഡസ്ട്രീസും കൂടെ ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായകരമായിട്ട് ചെയ്തു. അടുത്തതായിട്ട് ഗവൺമെൻറ്റിൻ്റെ എക്സസീവ് സ്പെൻഡിങ് ഇൻഫ്ലേഷണറി പ്രഷറിന് കാരണമായി. അപ്പോൾ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫിസ്ക്കൽ ഡിസിപ്ലിൻ പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തു. ജർമ്മനി ബഡ്ജറ്റ് ഡെഫിസിറ്റിന് സ്ട്രിക്റ്റ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. US വോക്കറും റീഗൻ്റെ പോളിസീസിൻ്റെ സമയത്തും ഗവൺമെൻറ് സ്പെൻഡിങ് ടെമ്പററി ആയിട്ട് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. സ്റ്റേബിൾ ഗവൺമെൻറ് ബഡ്ജറ്റ്സ് ഇൻഫ്ലേഷണറി പ്രഷർ റെഡ്യൂസ് ചെയ്യാനും എക്കണോമിയിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കാനും സഹായിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നതായിരുന്നു അടുത്തായിട്ട് സ്വീകരിച്ച നടപടി. ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിൾ ആക്കുന്നത് കൊണ്ട് ഒരു മാറി വരുന്ന എക്കണോമിക് കണ്ടീഷൻസിനോട് എക്കണോമി കുറച്ചുകൂടെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുവെന്ന് തിയററ്റിക്കലി നമുക്ക് മനസ്സിലായി. 1970 UK മാർക്കറ്റിൽ സ്ട്രോങ് ട്രേഡ് യൂണിയൻസ് ഹൈ വേജസ് ഡിമാൻഡ് ചെയ്തു. ഇത് പക്ഷേ പ്രൊഡക്ടിവിറ്റിയെ സാരമായിട്ട് ബാധിച്ചു. 1980 ലേബർ മാർക്കറ്റ് റിഫോംസ് വഴി യൂണിയൻസിൻ്റെ പവർ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്തു. സ്ട്രൈക്സിൻ്റെ ഫ്രീക്വൻസി കുറച്ചു. ഇതിൻ്റെ റിസൾട്ടായിട്ട് വേജ് പ്രഷർ ഡിക്രീസ് ചെയ്തു, ഇൻഫ്ലേഷനും കുറഞ്ഞു, ഓവറോൾ എക്കണോമിക് സ്റ്റെബിലിറ്റിയും മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇമ്പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത് ലേബർ മാർക്കറ്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കി സ്റ്റാഗ്ഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അവസാനമായിട്ട് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ എടുത്ത മണി സപ്ലൈ കൺട്രോൾ ഒരു മോണിറ്ററി പോളിസിയാണ്. പക്ഷേ ഇത് ഓവറോൾ മോണിറ്ററി പോളിസി സെറ്റപ്പ് തന്നെ
ഫ്രെയിംവർക്ക് തന്നെ കുറച്ചുകൂടെ ബെറ്ററാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് നടത്തുക, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കുറയ്ക്കുക, ഇതുവഴി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ലെങ്കിൽ, അതായത് പൊളിറ്റിക്സ് മോണിറ്ററി പോളിസിയിൽ ഇടപെടരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൺട്രോൾ കുറച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ സെൻട്രൽ ബാങ്ക്സിന് കുറച്ച് ഓട്ടോണമി വരിക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതുവഴി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും പറ്റും. 1997 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻഡിപെൻഡൻ്റായി കൃത്യമായിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റ്സ് അവർ അച്ചീവ് ചെയ്തു. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്ട്രിക്റ്റ് മാൻഡേറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒബ്ജക്റ്റീവ്സും അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇത്രയും മാർഗങ്ങൾ വഴിയാണ് സ്റ്റാഗ്ഫ്ലേഷൻ കൺട്രോൾ ചെയ്തതും കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സും ആ ഫ്രെയിം വർക്കും ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കി. 1970 നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ട്രഡീഷണൽ ഡിമാൻഡ് ബേസ്ഡ് പോളിസീസ് മാത്രം ഉപയോഗിച്ച് സ്റ്റാഗ്ഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം മോണിറ്ററി പോളിസി ആണ്. അപ്രോപ്രിയേറ്റ് മോണിറ്ററി പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓയിലിൻ്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കണം, സപ്ലൈ സൈഡ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യണം, ഫിസിക്കൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, ലേബർ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, സെൻട്രൽ ബാങ്ക്സിന് ഇൻഡിപെൻഡൻസ് ഓട്ടോണമി നൽകണം. അവസാനമായിട്ട് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, സ്ട്രക്ചർ പോളിസീസിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാഗ്ഫ്ലേഷൻ പോലുള്ള റിസ്ക് അവോയ്ഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ എന്നാണ് 1970 സ്റ്റാഗ്ഫ്ലേഷനും അതിനെ തുടർന്നെടുത്ത നടപടികളും നമ്മളെ മനസ്സിലാക്കിപ്പിച്ചത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ യൂണിറ്റിൽ കാണുവാനുള്ളത്.